ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ഉൾപ്പെടെ നടത്തിയ പരിശോധനാ ഫലത്തിന്റെ വിവരങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ പരിശോധനാ റിപ്പോർട്ടിൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ ചേരുന്നുണ്ട്. ഷഫീദ്, ഈ സംശയങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിൽ കൂടിയാണല്ലോ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇടക്കാല ഉത്തരവിൽ പരാമർശമുണ്ടാകുന്നത്. കൂടുതൽ പരിശോധന ഈ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ പരിശോധന ഫലം നിർണായകമാണ്. അപ്പോൾ അവിടുത്തെ ശാസ്ത്രജ്ഞരുടെ ഒപ്പം ഈ സാങ്കേതിക വിദഗ്ധരുടെ കൂടുതൽ മൊഴി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് അക്കാര്യങ്ങളിലൊക്കെ ഒരു ഉറപ്പിക്കൽ വേണമെന്ന് കൂടി കോടതി ഉത്തരവിൽ പറയുകയല്ലേ ഷഫീദ്? ഉന്മേഷ, ഇന്ന് രാവിലെ നമ്മൾ 24 നൽകിയ വാർത്ത ഇത് തന്നെയായിരുന്നു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പാളികൾ അപ്പാടെ മാറ്റിയെന്ന സംശയത്തിൽ SITയുടെ അന്വേഷണം നടക്കുന്നു എന്നുള്ളതായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു VSSC പരിശോധനയിലെ കണ്ടെത്തൽ. അതായത് 1998 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ് നൽകിയ പാളികളുടെ ശാസ്ത്രീയ ഘടനയും നിലവിൽ സന്നിധാനത്തുള്ള ദ്വാരപാലക കട്ടിളപ്പാളികളുടെ ഘടനയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് VSSCയുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. SITക്ക് അങ്ങനെ ഒരു സംശയം ഈ അന്വേഷണത്തിന് രണ്ടാം ഘട്ടം മുതൽ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ അവർ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള പരിശോധനകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് 2019 ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി അത് തിരികെ കൊണ്ടുവന്നപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ നടത്തിയിട്ടുള്ള പാളിയാണോ തിരികെ എത്തിച്ചെന്നൊക്കെയുള്ള സംശയം അന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ VSSCയിൽ നടത്തിയ പരിശോധനയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിന്റെ ഘടനകളിൽ വ്യത്യാസമുണ്ടെന്ന് കണ്ടെത്തുകയും SITയുടെ സംശയത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. എന്നാൽ പാളികളുടെ കാലപ്പഴക്കം കൃത്യമായി പറഞ്ഞിട്ടില്ല. അതിനാൽ ഘടനയിലെ വ്യത്യാസം ഹൈക്കോടതിയെ അറിയിച്ചു. ഇനി അതിനുശേഷം ഹൈക്കോടതി തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടത് VSSCയിലെ ശാസ്ത്ര വിദഗ്ധരുടെ വിശകലന വിദഗ്ധരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും വിശദമായ മൊഴികൾ വേഗത്തിൽ രേഖപ്പെടുത്തണം. അത് കാലപ്പഴക്കം സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രീയ വിശദീകരണത്തിന് വേണ്ടിയിട്ടാണ് കോടതി അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ അക്കാര്യവും വിശദമായി തന്നെ വാർത്തയിൽ പറഞ്ഞിരുന്നു. അതായത് ഡ്യൂപ്ലിക്കേഷൻ ഉറപ്പിക്കാൻ വേണ്ടി ഇവരുടെ VSSCയിൽ നിന്ന് കൂടുതൽ വിവരശേഖരണം നടത്തണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ പാളികൾ അപ്പാടെ മാറ്റിയെന്ന സംശയം ഇപ്പോൾ ഹൈക്കോടതിയും പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വരും മണിക്കൂറിൽ SITയും VSSCയിൽ ഒരു പക്ഷേ മറ്റു ചില പരിശോധനകൾക്ക് കൂടി അപേക്ഷ നൽകും. അങ്ങനെയാണെങ്കിൽ ആ പരിശോധന നടക്കും. ആ പരിശോധനയ്ക്ക് ശേഷം അതിന്റെ ഉത്തരവ് കൂടി കിട്ടിയാൽ കോടതിയിൽ സമർപ്പിക്കാൻ ശേഷിയുള്ള ശാസ്ത്രീയ സ്ഥിരീകരണമായി അത് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ്, വിജയകുമാർ കൂടി ചേരുന്നുണ്ട്. വിജയകുമാർ, ഇപ്പോൾ ഈ കൂടുതൽ പരിശോധന വേണമെന്ന് കോടതി പറയുന്നതും ഈ സയന്റിഫിക് എക്സ്പേർട്ടുകളുടെ ഈ VSCയിലെ തന്നെ സാങ്കേതിക വിദഗ്ധരുടെ മൊഴി വേണമെന്ന് പറയുന്നതും ഇത് തികച്ചും സാങ്കേതികമായ റിപ്പോർട്ടാണെന്നത് കൂടി അതിനെ ഈ അന്വേഷണവുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾക്ക് വേണ്ടി ഒന്നുകൂടി ഉറപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇതിൽ ഉന്മേഷ് നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ കോടതി തുടക്കത്തിൽ എന്താണോ ഈ കേസ് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ ഈ വിഷയം ദേവസ്വം ബെഞ്ചിന്റെ മുൻപാകെ വരുന്ന ഘട്ടത്തിൽ കോടതി എന്താണോ ആശങ്കപ്പെട്ടത്, ആ ആശങ്ക സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ആശങ്ക ശരിവെക്കുന്ന ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടാണ് കോടതിക്ക് മുൻപാകെ വന്നിരിക്കുന്നത്. കോടതി അതിന്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്കും ഈ ഇടക്കാല ഉത്തരവിൽ കടന്നിട്ടില്ല. പക്ഷേ അപ്പോഴും കോടതി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്ന ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയ വസ്തുക്കൾ അത് അതേ നിലയിലല്ല തിരിച്ചു വന്നത്, അല്ലെങ്കിൽ ആ വന്നത് അതുതന്നെയല്ല എന്ന കോടതിയുടെ തുടക്കം മുതലുള്ള സംശയം ഏറെക്കുറെ ശരിവെക്കുന്നതാണ് ഇപ്പോൾ കോടതിക്ക് മുൻപാകെ വന്നിരിക്കുന്ന ഈ VSSCയുടെ റിപ്പോർട്ടും SITയുടെ റിപ്പോർട്ടും ഒക്കെ. അതിൽ കൂടുതൽ തെളിവ് ശേഖരിക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വേണ്ടി ഈ പരിശോധന നടത്തിയ ശാസ്ത്രജ്ഞരെ കൂടി ഒരിക്കൽ കൂടി കേട്ട് അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തുക എന്ന തീരുമാനത്തിലേക്ക് ദേവസ്വം ബെഞ്ച് എത്തിയിരിക്കുകയാണ്. അതായത് നമ്മൾ കരുതിയതിനപ്പുറത്തേക്ക് ഉള്ള സ്വർണ്ണക്കൊള്ളയും ക്രമക്കേടും സന്നിധാനത്ത് നടന്നിട്ടുണ്ട്. അത് ദ്വാരപാലക ശില്പ പാളികളുടെ കാര്യത്തിലും അയ്യപ്പന്റെ ശ്രീകോവിലിലെ കട്ടിളപ്പാളിയുടെ കാര്യത്തിലും കോടതി ആശങ്കപ്പെട്ടത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ കോടതിക്ക് ചില കാര്യങ്ങളിൽ കൂടി കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനാണ് SITയോട് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ ശാസ്ത്രജ്ഞരെ ഒരിക്കൽ കൂടി കേട്ട് അവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്താൻ ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതി എന്തായാലും അതിൽ കോടതിയുടെ തുടക്കത്തിൽ ഉള്ള ആശങ്ക എന്താണോ അത് ശരിവെക്കുന്ന അല്ലെങ്കിൽ ആ ആശങ്കയ്ക്ക് ശാസ്ത്രീയമായ സാധൂകരണം കിട്ടുന്ന വിവരങ്ങൾ കൂടിയാണ് ഈ പാളികൾ മാറി എന്നതടക്കം ആ സൂചനകളിലേക്ക് ഈ ഇടക്കാല അല്ലെങ്കിൽ ഈ SITയുടെ റിപ്പോർട്ടും അതുപോലെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും വിരൽ ചൂണ്ടുന്നത്. അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ പുറത്ത് അറിഞ്ഞതിനേക്കാൾ വലിയ തട്ടിപ്പ് അതിൽ നടന്നിട്ടുണ്ട്. ഇത് കൃത്രിമം ആണ്. അവിടെ എത്തിയത് ശബരിമലയിൽ നിന്ന് പരിശോധനയ്ക്ക് കൊണ്ടുപോയ അല്ലെങ്കിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോയ ദ്വാരപാലക ശില്പപാളികളും ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയുമല്ല തിരികെ വന്നത് എന്ന സൂചനയാണ് ആ റിപ്പോർട്ടിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ഒറിജിനൽ എവിടേക്ക് പോയി,
അത് ഈ SIT അത് അന്വേഷിക്കാൻ കഴിയുമോ? ആ അന്വേഷണത്തിന് മറ്റൊരു ഏജൻസി വേണം എന്ന് ഇതിനോടകം തന്നെ ഒന്നിലധികം ഹർജികൾ കോടതിയുടെ മുൻപാകെ വന്നിട്ടുണ്ട്. കോടതിക്ക് അതിലൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. സ്വമേധയാ തന്നെ കോടതിക്ക് വേണമെങ്കിൽ അതിൽ മറ്റൊരു കേന്ദ്ര ഏജൻസിയെ ഇത് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത്തരം അന്വേഷണം ഏൽപ്പിക്കാവുന്നതാണ്. എന്തായാലും അതിൽ SITയുടെ ഒരു നിഗമനം, ഒരു നിരീക്ഷണം കൂടി കോടതി പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഇതുവരെയുള്ള അന്വേഷണത്തിൽ കോടതി തൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. നടന്നത് ഒരു വലിയ കൊള്ള തന്നെയാണ്. ആ വലിയ കൊള്ളയുടെ ആഴവും പരപ്പും നമ്മൾ നേരത്തെ കരുതിയതിനേക്കാൾ കുറെ കൂടി വലുതാണ് എന്നതാണ് ഈ ഇടക്കാല ഉത്തരവിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. ആ നിലയിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതിലാണ് ഇനി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായത്. എനിക്ക് തോന്നുന്നത് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ കോടതി കേന്ദ്രീകരിക്കാൻ അന്വേഷണ ഏജൻസിയോട് പറഞ്ഞിരിക്കുന്നത് ഈ കൊണ്ടുപോയത് തന്നെയല്ല തിരികെ വന്നത് എന്നത് ഈ VSSയുടെ റിപ്പോർട്ടിലുണ്ട്. അതിനെ ഒന്നുകൂടി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന മൊഴികൾ ശേഖരിച്ച് അതുകൂടി റിപ്പോർട്ടിന്റെ ഭാഗമാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. അതെ, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് SITക്ക് ഇപ്പോഴത്തെ SITയുടെ ഘടനാപ്രകാരം അവർക്ക് മാത്രം കഴിയുമോ, അതോ മറ്റേതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസി കൂടി അതിന്റെ ഭാഗമാക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. അത് ഹൈക്കോടതി തന്നെ പരിഗണിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. എവിടെയാണ് ഈ സ്വർണ്ണപ്പാളികൾ മാറിയെന്ന് VSSC ഉറപ്പിക്കുന്നെങ്കിൽ അത് എവിടേക്ക് കൊണ്ടുപോയി? അതിലൊരു വലിയ ക്രൈം നടന്നിട്ടുണ്ട്, ഒരു വലിയ തട്ടിപ്പ്, ഒരു വലിയ കൊള്ള, ഒരു ഓർഗനൈസർ ലൂട്ടിംഗ്, ഒരു ആസൂത്രിത കൊള്ള അവിടെ നടന്നിട്ടുണ്ട്. അതിന് വഴിവെച്ച ഘടകങ്ങളിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ടെങ്കിൽ SITക്ക് മാത്രം അത് കഴിയുമോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ഈ ഇടക്കാല ഉത്തരവോടുകൂടി കൂടുതൽ ശക്തിപ്പെടുകയാണ്. വിജയകുമാർ തുടരുക. ഇപ്പോൾ വിപിൻ സി വിജയൻ കൂടി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. വിപിൻ സി വിജയൻ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വൻ നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ മാറിയെന്ന സംശയവുമായി ഇപ്പോൾ ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുന്നു. വൻ കൊള്ള നടന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പരിശോധനാ റിപ്പോർട്ട് ഇക്കാര്യം ബലപ്പെടുത്തുന്നുണ്ട്. VSSC ആണ് ഈ പരിശോധന നടത്തിയത്. അക്കാര്യമൊക്കെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് വിപിൻ സി വിജയൻ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ഇന്ന് SIT സമർപ്പിച്ചിരിക്കുന്ന ഈ ഇടക്കാല റിപ്പോർട്ടിനോടൊപ്പമാണ് VSSCയിൽ നിന്നുള്ള റിപ്പോർട്ട് കൂടി ചേർത്തിരിക്കുന്നത്. അതിലാണ് ഈ പാളികളിൽ നിന്ന് സ്വർണം ഒരുക്കി എത്രത്തോളം മാറ്റിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ശബരിമലയിൽ ഒരു വലിയ കൊള്ള നടന്നു എന്നുള്ളത് സാധൂകരിക്കുന്നതാണ് ഇന്ന് അവിടെ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് എന്നുള്ളത് നിസ്സംശയം പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.